വാട്സാപ്പിലെ പുതിയ അപ്ഡേറ്റ്സ്. നമ്പർ 1, വാട്സാപ്പ് ക്രോസ് പോസ്റ്റ്. എന്താണ് വാട്സാപ്പ് ക്രോസ് പോസ്റ്റ്? നമുക്കറിയാം മെറ്റ എന്നുള്ളൊരു കമ്പനി, അതിൽ അണ്ടറിലാണ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാട്സപ്പിന്റെ പുതിയ ഫീച്ചറായിട്ട് നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം തന്നെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സ്റ്റോറീസ് ആക്കാം. ഇതാണ് പുതിയ ഫീച്ചറായിട്ട് വരുന്ന വാട്സപ്പ് ക്രോസ് പോസ്റ്റ്. നമ്പർ 2, വാട്സപ്പ് സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ. എന്താണ് വാട്സപ്പ് സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ? നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സ്റ്റാറ്റസുകളും സ്റ്റോറീസും ഒക്കെ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. ഇതേ ഫീച്ചർ തന്നെ നമുക്ക് വാട്സപ്പിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ആരെങ്കിലും നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ എന്ത് ചെയ്യും, ആളുടെ പേര് വെച്ചിട്ട് ഇയാൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് വരും. ഇത് ബുദ്ധിമുട്ടിക്കുന്നവർക്ക് എന്താണ്, നമുക്കിത് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. നമ്പർ 3, PIP ഫീച്ചർ അഥവാ പിക്ചർ ഇൻ പിക്ചർ ഫീച്ചർ. നമുക്കറിയാം നമ്മൾ യൂട്യൂബിന്റെ പ്രീമിയത്തിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട് അല്ലെ. യൂട്യൂബ് കാര്യങ്ങളൊക്കെ വീഡിയോസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ സൈഡിൽ പ്ലേ ആയിട്ടുണ്ടാവും. ഇതേ ഫീച്ചർ തന്നെ വാട്സപ്പിന്റെ ഉള്ളിൽ, വാട്സപ്പിൽ ആരെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ ഇൻ പിക്ചർ മൂഡിലായിരിക്കും. അപ്പൊ എന്താണ്, നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് മറ്റ് ചാറ്റുകൾ, മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോകാൻ പറ്റും. നമ്പർ 4, വാട്സപ്പ് ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചർ. നമുക്കറിയാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പെന്നൈക്കൺ കാണാം അല്ലെ. നമ്മൾ ചെറിയ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും ചെറിയ കളറുകളൊക്കെ ചൂസ് ചെയ്യാനും ഇതിൽ പുതിയ ഫീച്ചേഴ്സോട് കൂടി നമുക്ക് എന്താണ്, കൂടുതൽ കളർ പാറ്റേൺസ്, ഡ്രോ പാറ്റേൺസ് ഒക്കെ ആയിട്ട് കൂടുതൽ ഇന്റർഫേസസ് ആയിട്ട് കൂടി നമുക്ക് ഈ പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്.